ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗുഡ് ന്യൂസ് ആണ് എല്ലാവർക്കും. കാനഡ PR-നെ കുറിച്ച്. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഏത് യൂട്യൂബ് ചാനൽ എടുത്താലും അല്ലെങ്കിൽ ഏത് ന്യൂസ് എടുത്താലും എപ്പോഴും നമ്മൾ കാണുന്നെന്താ, അതെ, കാനഡയിൽ നിന്ന് പോകേണ്ടി വരുമോ, അത് കാനഡയ്ക്ക് വരുന്ന സേഫ് ആണോ, കാനഡയിൽ PR നിരോധിച്ചു, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഒക്കെ വരുന്നവർക്ക് ഇനി വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസി കാര്യങ്ങൾ കൊടുക്കുന്നില്ല, അതുകൊണ്ട് കാനഡയ്ക്ക് വരുന്നതിന് സേഫ് അല്ല എന്നൊക്കെ കുറെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മളിപ്പോ വന്നിരിക്കുന്ന ഒരു ഗുഡ് ന്യൂസ് പറയാനാണ്. അതായത് 2025 ഇനി ഓൾമോസ്റ്റ് 2 months കൂടി, ഓൾമോസ്റ്റ് 2 months ഇല്ല, 1.5 ഒരു മാസം അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് 2025 കാനഡ ഗവൺമെന്റ് PR-ന്, അതായത് PR സപ്പോർട്ട് ചെയ്യാനായിട്ട് പുതിയ 4 പാത്വേസ് ആണ് തുടങ്ങാൻ പോകാനായിട്ട് ഒരു ലോഞ്ച് ചെയ്യുന്ന പറഞ്ഞേക്കണം. അതെ, 4 പാത്വേ ലോഞ്ച് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കാനഡയിലേക്ക് ഇനി PR ഒന്നും കിട്ടില്ല എന്നൊക്കെ പറയുന്നവർക്ക്, അതായത് ആ സ്റ്റേറ്റ്മെന്റ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാനഡ ഗവൺമെന്റ് 4 PR പാത്വേസ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. PR ഒക്കെ നിരോധിക്കുവാണെങ്കിൽ അവർക്കിപ്പോ 4 PR പ്രോഗ്രാം, ഈ 4 പാത്വേ ഇറക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ആ 4 PR-ന്റെ പ്രോഗ്രാംസ്, ന്യൂ പാത്വേസിന്റെ പ്രോഗ്രാംസ് ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് വരാം. അതായത് ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് എൻഹാൻസ്ഡ് കെയർ ഗിവർ പൈലറ്റ് പ്രോഗ്രാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം. തേർഡ് വൺ എന്ന് പറയുന്നത് ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം. ഫോർത്ത് വൺ എന്ന് പറയുന്നത് മാനിറ്റോബാസ് വെസ്റ്റ് സെൻട്രൽ ഇമിഗ്രേഷൻ ഇനീഷ്യേറ്റീവ് പൈലറ്റ് പ്രോഗ്രാം. ഇതൊക്കെയാണ് 4 പ്രോഗ്രാംസ്. അപ്പോൾ നമുക്ക് ഈ 4 പാത്വേ, അതായത് PR കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ 4 PR പാത്വേസിന് എന്തൊക്കെ ക്രൈറ്റീരിയാസ് വേണമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ എൻഹാൻസ്ഡ് കെയർ ഗിവർ പൈലറ്റ് പ്രോഗ്രാം ആണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, മെയിനായിട്ട് 4 ക്രൈറ്റീരിയാസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി. അപ്പോൾ IELTS അല്ലെങ്കിൽ ഫ്രഞ്ചിന് ഇതിന് CLB സ്കോർ പറയുന്നത് 4 ആണ് പറയുന്നത്. 4 വേണം നമുക്ക് അതിനകത്ത്. പിന്നെ രണ്ടാമത് ഉണ്ടായിരിക്കേണ്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ആണ്. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇക്വലന്റ് ടു കനേഡിയൻ ഡിപ്ലോമ. ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബസ് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ്. അതിന് എത്ര വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് വേണം, എത്ര ഇയർ വേണമെന്ന് ഇവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല സൈറ്റിൽ. അതായത് ഇവർ പറയുന്നത് റീസൺ ഓർ റിലവന്റ് വർക്ക് എക്സ്പീരിയൻസ്, അതായത് കെയർ ഗിവർ ഒക്കെ ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ എല്ലാത്തിനും പറയുമ്പോൾ ഒരു റീസെന്റ് 5 years അല്ലെങ്കിൽ റീസെന്റ് 10 yearsനകത്ത് നമ്മൾ റെലവന്റ് ഫീൽഡിൽ വർക്ക് എക്സ്പീരിയൻസ് വേണം. അതായത് ഇപ്പോൾ കെയർ ഗിവർ ഈ പാത്വേ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അവർക്ക് കെയർ ഗിവർ ആയിട്ട്, അതായത് ഇവർ പ്രത്യേകം പറയുന്നുണ്ട്, അതായത് കെയർ ഗിവേഴ്സ് ആയിട്ട് ഹോമിലൊക്കെ, അതായത് ഹോം സപ്പോർട്ട് വർക്കേഴ്സ് അല്ലെങ്കിൽ ഹോം സപ്പോർട്ട്, അതുപോലെ ചിൽഡ്രൻസിനുള്ള കെയർ ഗിവിങ്, അതൊക്കെ ആയിട്ട് കൊടുക്കുന്ന ഫീൽഡിൽ വർക്ക് ചെയ്തവർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് മൂന്നാമത്തെ ക്രൈറ്റീരിയ. നാലാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, അതായത് ഈ കെയർ ജോബിന് ഒരു ഫുൾ ടൈം ഓഫർ ലെറ്റർ വേണം. അതായത് ഒരു കനേഡിയൻ എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് ഒരു ഫുൾ ടൈം ജോബ് ഓഫർ ഉണ്ടായിരിക്കണം. അപ്പോൾ 4 ക്രൈറ്റീരിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ലാംഗ്വേജ്, പിന്നെ ഇക്വലന്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കനേഡിയൻ ഹൈസ്കൂൾ ഡിപ്ലോമയ്ക്ക് ഇക്വലന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കണം. റിലവന്റ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ജോബ് ഓഫർ ഉണ്ടായിരിക്കണം. ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോഗ്രാം നമ്മൾ എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്ത് നമുക്ക് കനഡിയൻ വിസ കിട്ടി നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് എല്ലാം എലിജിബിലിറ്റീസും ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് PR-ഓട് കൂടിയിട്ടാണ് എൻട്രി കിട്ടുന്നത്. നമുക്ക് ഇവിടെ വന്നതിന് ശേഷം വീണ്ടും പിന്നെ PR-ന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഏറ്റവും ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. വേറെ പ്രോഗ്രാംസിലൊക്കെ നമുക്ക് തരുന്ന വർക്ക് വിസ ആയിരിക്കും തരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം വീണ്ടും PR-ന് അപ്ലൈ ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് PR-ഓട് കൂടിയിട്ട് നാട്ടിൽ നിന്നായാലും വരാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം. ഇനി അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം ആണ്. അതായത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ റൂറൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കാനഡയുടെ ഔട്ടർ സർക്കിളിലുള്ള റൂറൽ പ്ലേസുകളിലൊക്കെ ലേബർ ഷോർട്ടേജ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കമ്മ്യൂണിറ്റീനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അതുപോലെ എംപ്ലോയീസിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഗ്രാമാണിത്. അതെ, ഈ റൂറൽ, അതായത് മെയിനായിട്ടും ഈ കാനഡയുടെ റൂറൽ ഏരിയാസിലൊന്നും ആൾക്കാരില്ല. എല്ലാവരും മൈഗ്രേറ്റ് ചെയ്തിട്ട് ടൗണിലേക്കൊക്കെ പോവാണ്. അപ്പോൾ റൂറൽ ഏരിയയിൽ എപ്പോഴും എന്തായാലും എംപ്ലോയീസിന്റെ ഷോർട്ടേജ് ഉണ്ടാവും. അപ്പൊ അത് വില്ലിംഗ് ആവുന്ന ആൾക്കാർക്കുള്ള ഒരു പ്രോഗ്രാമാണ്. അതായത് റൂറൽ ഏരിയയിൽ താമസിക്കാൻ വില്ലിംഗ് ആണെങ്കിൽ അവർക്ക്, അതായത് റൂറൽ ഏരിയനെ അവിടുത്തെ ഷോർട്ടേജ് കുറയ്ക്കാൻ വേണ്ടി, അപ്പൊ അവർക്ക് എക്കോണമിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അപ്പൊ അവർക്ക് ഡയറക്റ്റ് PR
കൊടുക്കാൻ തക്കവണ്ണം ഒരു പ്രോഗ്രാമാണ് അടുത്ത് ഇൻട്രൊഡ്യൂസ് അത് ചെയ്യുന്നത്. 2025 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നതാണ്. പക്ഷെ എന്താണ് അതിന്റെ കൂടുതൽ ക്രൈറ്റീരിയാസും കാര്യങ്ങളും അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വന്നിട്ടില്ല. ഇതുവരെയും ഇതുവരെ announce ഗവൺമെന്റിന്റെ ചെയ്തിട്ടില്ല. സൈഡിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അവര്. അതുപോലെ തന്നെ അടുത്തൊരു പ്രോഗ്രാമാണ് ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം. ഇത് മെയിനായിട്ട് ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഞ്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഉപകാരപ്പെടുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ്. അതായത് ഫ്രഞ്ച് കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഈ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് എഫിഷ്യൻസി. ഫ്രഞ്ചിനകത്ത് ലാംഗ്വേജ് എഫിഷ്യൻസി മസ്റ്റായിട്ട് വേണ്ടതാണ്. പക്ഷേ ഞങ്ങൾക്ക് തോന്നുന്നു IELTS-നെ വെച്ച് നോക്കുമ്പോൾ ഫ്രഞ്ചിൻ്റെ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് വളരെ കുറവാണ്. Club 5ഉം Club 4ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മെയിനായിട്ട് ഫ്രഞ്ച് സ്പീക്കേഴ്സിന്റെ എണ്ണം കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പ്രോഗ്രാം ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇതിന്റെ ക്രൈറ്റീരിയാസ് കാര്യങ്ങളൊന്നും, അതായത് എത്ര ഏജ് മുതലാണ് അല്ലെങ്കിൽ എത്ര വേണം വർക്ക് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും, ആ ക്രൈറ്റീരിയ ഒന്നും ഇതുവരെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇനി നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നതാണ് നമ്മുടെ മാനിറ്റോബ വെസ്റ്റ് സെൻട്രൽ ഇമിഗ്രേഷൻ ഇനീഷ്യേറ്റീവ് പൈലറ്റ് പ്രോഗ്രാം. ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റീസെന്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് November 15 ഗവൺമെന്റ് ഇത് അനൗൺസ് ചെയ്തത്. അപ്പോൾ ഇവർ പറയുന്നത് ഇതൊരു 3 year പൈലറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ മാനുഫാക്ചർ വർക്കേഴ്സ്, ഈ ഫീൽഡിലുള്ള വർക്കേഴ്സിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് മാനിറ്റോബ എന്ന് പറഞ്ഞ പ്രൊവിൻസിലെ റൂറൽ ഏരിയയിൽ അവിടുത്തെ ലേബർ ഷോർട്ടേജ്, അതുപോലെ തന്നെ അവിടുത്തെ എക്കണോമി കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഈ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് പുതിയ നാല് PR പ്രോഗ്രാംസ്. പാത്വേസ് അതിൻ്റെ റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് എൻഹാൻസ്ഡ് കെയർ ഗിവർ പൈലറ്റ് പ്രോഗ്രാം, അതിൻ്റെ മാത്രമാണ് ക്രൈറ്റീരിയ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 3 പ്രോഗ്രാംസിൻ്റെയും അതായത് IRCC വെബ്സൈറ്റിലൂടെ തന്നെ അപ്ലോഡ് ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. അവർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മളും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും. അപ്പോൾ ഇതുപോലെ കാനഡയിലേക്ക് വരുന്ന ആരും ഹോപ്പൊന്നും കളയണ്ട. കറക്റ്റായിട്ട് ഫീൽഡിനകത്ത് നല്ല കറക്റ്റായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഇപ്പോൾ പഠിക്കാൻ വരുന്നവരാണെങ്കിൽ അതനുസരിച്ചുള്ള ഫീൽഡുകളും കാര്യങ്ങളും ചൂസ് ചെയ്യുക. ഏജൻസികൾ മാത്രം പറയുന്നത് കേൾക്കാതെ സ്വയം അതിനെപ്പറ്റി ഒന്ന് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് ഏത് ഫീൽഡിലാണ് സ്കോപ്പും കാര്യങ്ങളും. ഇപ്പോൾ PR ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് കുറേ സ്കിൽഡ് വർക്കർ കാറ്റഗറിയിലുള്ള ജോലികൾ, ഹെൽത്ത് സെക്ടേഴ്സ്, അങ്ങനെ പല സെക്ടറുകളിലുള്ള ജോലികൾക്ക് ഇവിടെ ആൾക്കാർ കൂടുതലാണ് വേണ്ടത്, മാനുഫാക്ചറിങ് സെക്ടറൊക്കെ. അപ്പോൾ അതനുസരിച്ചിട്ട് കോഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടാനായിട്ടും അതുപോലെ പെർമനന്റ് റെസിഡൻസ് കിട്ടാനും എല്ലാത്തിനും ചാൻസ് കൂടുതലാണ്. അതുപോലെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഈ ഒരു പാത്വേസും കാര്യങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ഫ്രഞ്ചും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫ്രഞ്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ റീസെൻ്റ് ആ പാത്വേക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത വർഷത്തോട് കൂടിയിട്ട് ഗവൺമെൻറ് ഇതിൻ്റെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യും എന്തായാലും. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കിട്ടുന്നതിനനുസരിച്ച് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൾക്കാർക്ക് ഷെയർ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കത് റീച്ച് ആവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, പോസിറ്റീവ്. ഓക്കെ, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ ഹാപ്പി. ബൈ. ബൈ.